ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വലിയ നോമ്പിൻ്റെ അനുഭവത്തിലൂടെയുള്ള ജൈത്രയാത്ര നമ്മൾ നടത്തുകയാണല്ലോ. അടൂർ കടമ്പനാട് ഭദ്രാസനം MGOSന്റെ ആഭിമുഖ്യത്തിൽ എവങ്കേലിയ ചിന്തകളെക്കുറിച്ചുള്ള ഈ ഒരു പഠനം, ആ കുഞ്ഞുങ്ങൾ ഇങ്ങനെയുള്ളൊരു പഠന പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നതിൽ അവരെ ഏറെ അഭിനന്ദിക്കുന്നു. ഇതിനുവേണ്ടി അല്പമായോ അധികമായോ പ്രയത്നിക്കുന്നതിൻ്റെ ചുമതലപ്പെട്ട എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നേരുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നോമ്പിൻ്റെ 5-ാം ഞായറാഴ്ചയിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുന്നു. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട വിശുദ്ധ വേദവാക്യം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ്. വളരെ വ്യത്യസ്തമാകുന്ന ഒരു കാഴ്ചയും കാഴ്ചപ്പാടുമാണ് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നത്. 18 സംവത്സരമായി കൂനിയായിരിക്കുന്ന ഒരു സ്ത്രീയെ തമ്പുരാൻ ദേവാലയത്തിൽ വെച്ച് കാണുകയും അവളെ സൗഖ്യമാക്കുകയും ചെയ്യുന്ന വലിയൊരു കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കും. ദേവാലയത്തിൻ്റെ അകത്തളത്തിൽ തൻ്റേതായ ആ വലിയ വേദന, പ്രയാസം, നൊമ്പരം, ആ വൈകല്യമൊന്നും വകവെക്കാതെ ദേവാലയത്തിൻ്റെ അകത്തളത്തിൽ പ്രാർത്ഥനയോടുകൂടിയിരിക്കുന്ന കൂനിയായ സ്ത്രീയെ നമുക്ക് കാണുവാൻ സാധിക്കും. ദേവാലയത്തിൽ വെച്ച് ദൈവം അവളെ കാണുകയാണ്. ദൈവം അവളെ കണ്ട് അവിടെ കൂനിനെ നിവർത്തി സൗഖ്യം കൊടുക്കുന്ന വലിയൊരു കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മൾക്കും ഇപ്രകാരം ചിന്തിക്കുവാൻ സാധ്യമാകട്ടെ. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ചില പാപാന്തകാരമാകുന്ന കൂനുകൾ നമ്മളെയും വലയം ചെയ്തിട്ടുണ്ടല്ലോ. അവൾക്ക് പുറത്താണ് കൂന് എങ്കിൽ നമ്മൾക്ക് മനസ്സിനുള്ളിലാണ് കൂന്. നമ്മൾക്ക് ഈ കൂനുമായി നമ്മൾ ഈ ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ എത്രമാത്രം ദൈവത്തെ നമുക്ക് കാണുവാൻ സാധ്യമാകും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എത്രമാത്രം ദൈവത്തിൻ്റെ സ്പർശനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റുവാങ്ങുവാൻ സാധ്യമായിട്ടുണ്ടോ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഈ കൂനിയായ സ്ത്രീയെ യേശു തമ്പുരാൻ കാണുന്നത് ദേവാലയത്തിനുള്ളിൽ വെച്ചാണ്. എല്ലാ ദിവസവും ദൈവവചനം കേൾക്കുവാൻ വേണ്ടി ഈ കൂനിയായ സ്ത്രീ തന്റെ വൈകല്യത്തെ മുതുകിൽ വെച്ചുകൊണ്ട് ദേവാലയത്തിന് അകത്തളത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. ലോകത്തിന്റെ സകല പ്രയാസങ്ങളും നൊമ്പരങ്ങളും വൈകല്യങ്ങളും ഒക്കെ അവൾ വകവെക്കാതെ ആരാധനയ്ക്കായി ദേവാലയത്തിലേക്ക് അവൾ എന്നും കടന്നു വരുന്ന കൂനിയായ സ്ത്രീ. അവളുടെ ഈ സമർപ്പണമാണ് ദൈവസന്നിധിയിൽ ദൈവം അവളെ സ്പർശിക്കുവാൻ തക്കവണ്ണം ഇടയാകുന്നത്. ഈ നോമ്പിന്റെ കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ കൂനുകൾ മാറുവാൻ, പാപാന്തകാരമാകുന്ന നമ്മുടെ മുതുകിലുള്ള മനസ്സിലുള്ള കൂനുകൾ നീങ്ങുവാൻ തക്കവണ്ണം നമുക്ക് മുട്ടിപ്പായി പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം സാധ്യമാകണം. നമ്മളും ഇപ്രകാരം നമ്മൾ തിങ്കളാഴ്ച സന്ധ്യയുടെ സൂത്താറയിൽ പാടുന്നുണ്ടല്ലോ, എൻപേർക്കായി നാഥ നിന്റെ കാരുണ്യത്തിൻ വാതിൽ തുറന്നു തരണമേ. എൻ്റെ പാപങ്ങളെ നീ ഓർത്ത് ഒരു മാനസാന്തര അനുഭവത്തിലേക്ക് ഞാൻ തിരുസന്നിധിയിലേക്ക് വരുമ്പോൾ എൻ്റെ പാപങ്ങളെ നീ മാറ്റി നിന്റെ കാരുണ്യത്തിൻ്റെ വാതിൽ എനിക്ക് തുറന്നു തരണമേ എന്ന് നമ്മളും പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം സാധ്യമാകണം. ഈ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ നോമ്പിൻ്റെ 5-ാം ആഴ്ചയിലേക്ക് നമ്മൾ എത്തി നിൽക്കുന്നുവല്ലോ. ഇനി ഏതാനും ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ കർത്താവിൻ്റെ ക്രൂശിലേക്ക് നമ്മൾ യാത്ര ചെയ്യുന്നു. നമ്മൾ ക്രൂശിലേക്ക് യാത്രയാകുമ്പോൾ തമ്പുരാനെ നീ എന്നെ സ്പർശിക്കണമേ, എന്നിലുള്ള കൂനുകൾ മാറ്റണമേ. ദേവാലയത്തിന്റെ അങ്കണത്തിൽ, ദേവാലയത്തിന്റെ അകത്തളത്തിൽ സമർപ്പണത്തോടെ ഞാൻ അടുത്തു വരുന്നു എന്ന് പ്രാർത്ഥിക്കുവാനും ചിന്തിക്കുവാനും തക്കവണ്ണം സാധ്യമാകണം. കർത്താവിന്റെ സ്പർശനങ്ങൾ ഏറെ വിലപ്പെട്ടതാണ്. കർത്താവിന്റെ സ്പർശനങ്ങൾ ഏറെ വലുതാണ്. കർത്താവിന്റെ സ്പർശനങ്ങൾ മറ്റുള്ള സ്പർശനങ്ങളെക്കാളും ഏറെ വിലപ്പെട്ടതാണല്ലോ. തമ്പുരാനും നമ്മളെ സ്പർശിച്ച നമ്മുടെ കൂനുകൾ നിവരുവാൻ തക്കവണ്ണം, പാപാന്തകാരമാകുന്ന കൂനുകൾ നിവരുവാൻ തക്കവണ്ണം സാധ്യമാകട്ടെ. അതിന് ദൈവത്തിന്റെ പരിശുദ്ധ റൂഹ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം ബലപ്പെടുത്തട്ടെ.